ഇടുക്കി നെടുങ്കണ്ടത്ത് അമ്മയെയും മകനെയും കൊന്നു കുഴിച്ചുമൂടിയ നിലയിൽ കണ്ടെത്തിയതിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒരു മാസത്തോളമായി കാണാമറയത്തുള്ള പച്ചടി സ്വദേശികളായ മേരിക്കുട്ടിയും മകൻ റിജിയുമാണ് മരിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ്. പ്രതിയെന്ന് സംശയിക്കുന്ന ഇളയ മകൻ സജിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് നെടുങ്കണ്ടം പച്ചടിയിൽ വീടിന്റെ പരിസരത്ത് നിന്ന് 2 മൃതദേഹ ഭാഗങ്ങൾ പോലീസ് കണ്ടെത്തുന്നത്. കൂടുതൽ പരിശോധനയിൽ സ്ത്രീയുടെയും പുരുഷന്റെയും മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയ നിലയിൽ കണ്ടെത്തി. പച്ചടി സ്വദേശി മേരിക്കുട്ടിയുടെ മകളുടെ പരാതിയിൽ അന്വേഷണത്തിനെത്തിയ പോലീസ് സംഘമാണ് മൃതദേഹങ്ങൾ കണ്ടത്. മേരിക്കുട്ടിയെയും മകൻ റെജിയെയും ഒരു മാസത്തോളമായി കാണാനില്ലായിരുന്നു. ഇരുവരെയും കൊന്ന് കുഴിച്ചുമൂടിയതാകാമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇരുവരെയും കാണാതായത് മുതൽ നാട്ടുകാർ ഇളയ മകനോട് വിവരം തിരക്കിയിരുന്നു. എന്നാൽ ഇയാളുടെ പരസ്പര വിരുദ്ധമായ മറുപടിയിൽ നാട്ടുകാർക്ക് സംശയം തോന്നി. ഇതോടെ നാട്ടുകാർ മേരിക്കുട്ടിയുടെ മകളെ വിവരമറിയിച്ചു. തുടർന്നാണ് മകൾ പോലീസിൽ പരാതി നൽകിയത്. മേരിക്കുട്ടിയുടെ ഇളയ മകൻ സജിയെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം. 70 വയസ്സുള്ള മറിയക്കുട്ടിയുടെ ഒരു മകൻ റജിയെയും കാണാനില്ല എന്ന് പറഞ്ഞ പരാതിയാണ് വന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു, മിസ്സിങ്ങിന് കേസെടുത്തു. വേറൊരു മകനും കൊണ്ടുണ്ട്, സജി ഇന്നലെ വൈകുന്നേരം മുതൽ മിസ്സിംഗ് ആണ്. ഇവർ തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാക്കുന്നുണ്ട് എന്നൊരു വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും അങ്ങോട്ടും വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളാണെന്നുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. റജിയും സഹോദരൻ സജിയും മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്നത് പതിവാണെന്ന് മേരിക്കുട്ടിയുടെ മകളുടെ ഭർത്താവ് രാജു പറഞ്ഞു. ഇരുവരും തമ്മിലുണ്ടായ തർക്കമാകാം കൊലപാതകത്തിൽ കലാശിച്ചതെന്ന സംശയത്തിലാണ് ബന്ധുക്കൾ. ഒരാഴ്ച ഞങ്ങൾ പറഞ്ഞു, പക്ഷേ ഇവിടെ പറയുന്ന കഴിഞ്ഞ 9 തൊട്ട് കാണുന്നില്ല പറഞ്ഞു. 9 തൊട്ട് നമുക്കറിയില്ല അത് ശരിക്കും. ഈ സംശയം തോന്നിന്റെ പേരാണ് നമ്മൾ. സജിയെ ഫോണിൽ വിളിക്കാറുണ്ടായിരുന്നു? ഇല്ല, വിളിക്കാറൊന്നുമില്ല. വിളിച്ചാൽ ഞങ്ങളെ ഇങ്ങനെ അടുപ്പിക്കൽ കരുതി 2 പേരും കരുതില്ല. ഇവിടെ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും? ഈ 2 പേരും തമ്മിൽ എപ്പോഴും കള്ളുകൂടിയും അലമ്പുക ചെന്നൈമാര്. കണ്ടെത്തിയ മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൊലപാതകമാണോ എന്നതിൽ വ്യക്തത വരൂ എന്നും പോലീസ് പറഞ്ഞു. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, ഇടുക്കി.